നേരത്തെ പോയതുപോലെ അവിടെ ചെന്ന് കേറിയിട്ട് യൂ ടേൺ എടുത്തു. മേഡം ചെയ്ത് വെച്ചോ, ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ പാസഞ്ചറാന്ന് ചോദിച്ചാൽ. നേരത്തെ എടുത്തപ്പോ ആശാൻ ഉണ്ടായിരുന്നു കൂടെ, ഇപ്പൊ ആശാനില്ല എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഞങ്ങളെക്കാട്ടിയും കോൺഫിഡൻസ് കൂടുതല മേഡത്തിന് വണ്ടി ഓടിക്കാനിപ്പം. ആ ഇനി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് വരവ് വരും, കുറുവടിയും ഇരുമ്പൊടിയും എല്ലാം ആയിട്ട്. ഇഹായില് വരുന്നതാണല്ലേ? ഓ ആണല്ലേ ഇഹ, അവർക്കൊരു പരസ്യം കൂടെ ആയിക്കോട്ടെ. ആണല്ലേ? ഇതല്ലായിരുന്നു മേഡത്തിന്റെ പ്രശ്നം, എതിരെ ഒരു വാഹനം വരുമ്പോ സൈഡ് കൊടുക്കുന്ന. ഇപ്പൊ അറിഞ്ഞത് പോലും ഇല്ലല്ലോ. അതാണ് അതാണ് നേരത്തെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചു വെക്കും അതിനെ കുറിച്ച്. വരുന്നുണ്ട് എന്ത് അതാണ് പ്രശ്നം. ക്ലിയർ ഓടിച്ചു. ആ വലിയ വണ്ടി വന്നാലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ചേച്ചിയോടും പറയും ഈ റോഡ് എനിക്ക് വലിയ പ്രശ്നമില്ല, തോന്നില്ല, കാരണം ഓടയില്ല. അതുകൊണ്ട് നമുക്ക് വലിയ കണ്ടീഷൻ എങ്ങോട്ട് വേണം ഒതുക്കാല്ലോ. ഓടയിലായി പോകുന്നുള്ളൊരു പേടി വരുമ്പോഴാണ്. പുള്ളിക്കാരിക്ക് ടൂ വീലറൊക്കെ അറിയാം. മേഡം ഓടിക്കത്തില്ല ടൂ വീലർ? ടൂ വീലർ രാവിലെ എനിക്ക് അവിടെ വന്ന് റൈഹാനി വന്ന് ടൂ വീലർ പഠിക്കണം. സൈക്കിൾ ഓടിയിട്ടുണ്ടോ? സൈക്കിൾ ഓടിയിട്ടുണ്ട്. സൈക്കിൾ ചെയ്യുമ്പോൾ മോന് ഒരു സൈക്കിൾ വാങ്ങിച്ചത്, കൊച്ചു മോക്ക് ഇവിടുത്തെ മോക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു മോളാവുന്നത്, അവർക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ ട്രയൽ ചെയ്തോണ്ടിരിക്കുവോ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. അതൊക്കെ സൈക്കിൾ ഓട്ടി വരുമോ? സൈക്കിൾ ചവിട്ടാൻ ശ്രമിച്ചോണ്ടിരിക്കുവാ. ഇവിടെ സൈക്കിൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ബർത്ത്ഡേ ആയിരുന്നു. ഒരാൾക്ക് November 6 November 9 ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ മോളുടെ ലേഡി ബേർഡാ വാങ്ങിച്ചത്. അപ്പൊ നമുക്കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എല്ലാവരും സൈക്കിൾ ബാലൻസ് ഒന്നും വേണ്ട, അങ്ങ് ഓടിച്ച് ചെന്ന് 10 ദിവസം ഉരുട്ടിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓടിക്കുന്നില്ല. സൈക്കിളും ജസ്റ്റും ചവിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ നടുവിട്ട് മാത്രമേ ബാലൻസ് ചെയ്യത്തുള്ളൂ മേഡം, സൈക്കിൾ ബാലൻസ് ഇല്ലെങ്കിൽ. മനസ്സിലായി? പിന്നെ നമ്മളൊരു വളവിൽ ചെല്ലുമ്പോഴാണെങ്കിൽ നടുവായിരിക്കും വളയ്ക്കുന്നത്. ഞാൻ സൈക്കിൾ ബാലൻസ് ആക്കിയിട്ട് റൈഹാനിലോട്ട് സപ്പോസ് ഞാൻ ബസ്സിന് കയറിയാണെങ്കിലും വന്നാലോ എന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ക്ലാസ് നോക്കി കറക്റ്റ് ചെയ്യാം പറ്റും. അവിടെ ഗ്രൗണ്ട് ഒക്കെ വലിയ ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ പോയ വീട് കണ്ട അത്രയും വലിയൊരു ഗ്രൗണ്ട് അവിടെ, ചെറിയ ഗ്രൗണ്ട് അല്ല. ഇപ്പൊ ആ ഒരു മനസ്സ് വന്നാണ്ട, നേരത്തെ ഇല്ല ആ മനസ്സ്. ഫോൺ അടിച്ചാൽ അവരും കൂടെ മാറി തരും, ഒന്നും കൂടെ അടിച്ചാൽ ഒന്നും കൂടെ ശ്രദ്ധിക്കും. കണ്ടാ ഫോൺ അടിച്ചിട്ട് എന്താ ബാക്കപ്പ് ചെയ്ത് തന്നാണ്ട. നമ്മളാ അവരെ അറിയിച്ചു കൊടുക്കണം നമ്മൾ വരുന്നുള്ള. നമുക്ക് അവിടെ തേറ്റ് കയറി പോകാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് രാവിലെ കിട്ടിയ ബ്ലോക്ക് പോലെ ഇപ്പൊ ഒരെണ്ണം കിട്ടിയാൽ മതിയായിരുന്നു. രാവിലെ നമുക്ക് കിട്ടിയില്ല ആ തിരക്ക്, അതൊരെണ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു. പോയി കാണുമല്ല, അത് നല്ല ബ്ലോക്കായിരുന്നു. പോട്ടെ, ടെൻഷൻ കഴിക്കണ്ട കേട്ടാ, അതൊക്കെ എടുത്തേക്കാൻ. സെന്റർ പിടിക്കണമെന്നുള്ളു കയറി കഴിയുമ്പോ. അവിടെ നോക്കണം, റൈറ്റ് സൈഡ് നോക്കണം വണ്ടിയാണ്. ഈ പിള്ളേരെ ഒന്ന് ഒതുക്കണം ഹോൺ അടിച്ച്. കയറി പോവായിരുന്നു, നമ്മൾ ലെഫ്റ്റ് സൈഡ് അല്ലായിരുന്നു. സ്റ്റാർട്ടായിട്ടില്ല. ഇല്ല കുഴപ്പമില്ല, ഇച്ചിരി ആക്സിഡന്റ് കൊടുത്തെടുത്താൽ മതി. ഒന്നുകൂടെ സ്റ്റാർട്ട്. ഇച്ചിരി ആക്സിഡന്റ് കൊടുത്തെടുത്തോ മാഡം, ധൈര്യത്തെ ഇട്.
ബ്രേക്ക് ഹാഫ് ക്ലച്ചിൽ ആദ്യം ആക്കി വെച്ചിട്ട് ഓഫായി. പിന്നെ ഈ വണ്ടിക്ക് ക്ലച്ച് കുറവാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ആള് പോട്ടെ, പോട്ടെ, ആക്സിഡന്റ് കൊടുത്തത് മതി. നേരെ ഇനി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സെന്ററിലോട്ട് പോകണം. മതി. ഇൻഡിക്കേറ്റർ ഇട്ട് സെന്ററിലാക്കി വെക്കണം നമ്മള്. സൈഡ് മിറർ സെന്ററിലാക്കിയാ സെന്ററിലാക്കിയിട്ടില്ല ഇപ്പോഴും. അങ്ങോട്ട് പോട്ടെ. അവിടെ നിൽക്കട്ടെ. ഫുള്ള് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇപ്പോഴും മേഡം ഒരു മിസ്റ്റേക്കാ കാണിച്ചത്. എന്തുവായിരുന്നു? ഒന്ന് ഹോൾഡ് ചെയ്ത് ഇവിടെ. അല്ല, ഇത്തിരി കൂടെ മുന്നോട്ട് കയറി. മേഡത്തിന്റെ കുഴപ്പമല്ല ഇതേട്ടാ, വണ്ടി ക്ലച്ച് ഇല്ല വണ്ടിക്ക്. അതിനിപ്പോ നേരെ ആക്കരുത് കേട്ടാ, റിവേഴ്സ് പോകണം. മൊത്തം തിരിച്ചോ റിവേഴ്സ്. മതി. ഗിയർ ഇടണേ. ലോക്ക് ചെയ്ത് പിടിച്ചോ ലെഫ്റ്റ്. ആളാണ്. അവനെ കണ്ടില്ലായിരുന്നോ? വിചാരിച്ച തിരക്കിലാ വന്ന് വിട്ടത്. കാരണം ഹാഫ് വെച്ച് വണ്ടി കയറി വരിക എന്നുള്ളത് എനിക്കിപ്പോഴേ നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. ചുമ്മാ പറയുമല്ല, അവിടെ ഞാൻ അല്ലെന്നെങ്കിൽ ഞാൻ സ്റ്റക്കാണ്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പോലും ഞാൻ പേടിച്ചു വരാം. ബാക്കിൽ വന്ന ഓട്ടോക്കാരൻ ഫോൺ അടിച്ചെന്നില്ലേ, ഞാൻ പോട്ടെ. ആക്സിലേറ്റർ കൊടുത്തോ. നേരെ ഹൈവേ വഴി മേഡത്തിന് ഏത് റോഡാ കയറേണ്ട? വഴി ഇറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ തീർച്ചയായിട്ടും മേഡത്തിന് ഈ കയറ്റമാണ് ഞാൻ ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞ സാധനം. ഈ ഒരു കയറ്റം നമ്മൾ ഇറങ്ങിപ്പോയില്ലേ, ആ കയറ്റം ഇപ്പൊ എന്തായാലും ഞാൻ ശ്രമിക്കുന്നില്ല. പെർഫെക്റ്റ് ആക്കി മറ്റേ വണ്ടി ഉണ്ടല്ലോ, നമ്മുടെ ക്ലച്ച് താങ്ങിയ നിൽക്കുന്നിടത്തുള്ള വണ്ടി, അത് നമുക്ക് കേറാൻ പറ്റും. പക്ഷെ ഇതിന്റെ ക്ലച്ച് കംപ്ലൈന്റ് ആണ് മേഡം. വണ്ടി പുറകോട്ട് ഇറങ്ങിപ്പോവും. തേർന്നങ്ങ് പോയി കുറച്ചാള് തിരിച്ചിട്ട് പിന്നെ പുറത്തിട്ടാ പോരെ. മതി. ഹൈവേയിലെല്ലാം പോകുമ്പോ മേഡത്തിന് പുറത്തിടാം. ഈ ചെറിയ റോഡിൽ കയറുമ്പോ ടയർ കൊള്ളില്ലാത്തോണ്ടേ വേണ്ട, തുള്ളുന്ന വേണ്ട, വണ്ടി ഒരു സൈഡിലോട്ട് വലിച്ചോണ്ട് പോകും. ബാലൻസ്